കണ്ടിട്ടാണ് എഴുതല്, അതുകൊണ്ട് നോട്ട് ചെയ്തിട്ടില്ല. LI6ന്റെ പോയിന്റില് നീഡ് ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. യെസ്. ചെയ്തിരുന്നു ആരെങ്കിലും? കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു പേഷ്യന്റിനെ പോലും കിട്ടിയില്ല. ഇല്ല, കോൺസ്റ്റിപ്പേഷന്റെ പേഷ്യന്റ് ഇല്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ. അപ്പോൾ നമ്മൾ LA11 എന്നുള്ള പോയിന്റ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എസ്പെഷ്യലി വന്നിട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള സ്റ്റേജസുകളിലും മറ്റുമൊക്കെ ഇതിനെ റിമൂവ് ചെയ്യാൻ, ആ ഇഷ്യൂസിനെ റിമൂവ് ചെയ്യാൻ വളരെ നല്ല പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ടോക്സിൻ റിമൂവൽ പോയിൻ്റ് ആയിട്ട് കൂടെ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് എന്താ പറയുക ബാക്ടീരിയാസ് ആൻഡ് വൈറസസ്, അങ്ങനെയുള്ളൊരു പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ടോക്സിൻ റിമൂവലായിട്ടും കൂടെ ഇതിനെ കൺസിഡർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, LA11 എന്നുള്ള ലൊക്കേഷൻ നിങ്ങൾക്കറിയാം, ആൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്ന പോയിൻറ്റും കൂടെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിൻ്റ് എന്നുള്ളത് LA12 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, എൽബോ ക്രീസ് എന്ന് തന്നെയാണ്, ക്രീവീസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LA11 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ LA11 നിന്നും ഒരു ചൂൺ നേരെ മുകളിലാണ്. LA11 വന്നിട്ട് നമ്മൾ കൈ മടക്കിയിട്ട് ആ ക്രീസ് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്തെടുത്തു, അവിടുന്ന് ഒരു സൂൺ മുകളിൽ, അത് ഏകദേശം മസിൽസിൻ്റെ അടുത്തായിട്ട് വരും. അത് തന്നെയാണ് LA12 എന്നുള്ള പോയിന്റ്. അതായത് കൈകളുടെ വേദന, കൈകളുടെ കടച്ചൽ, അല്ലെങ്കിൽ തരിപ്പ്, അതല്ലെങ്കിൽ മസിൽ ക്രാമ്പിങ്, അതായത് പ്രത്യേകിച്ച് ആമല് വരുന്നത്, ഷോൾഡറിന് താഴെയുള്ള മൊത്തത്തിലുള്ള കൈകൾക്കും മറ്റേ അപ് ടു റിസ്റ്റ് വരെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന നംനെസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മസിൽ ക്രാമ്പിങ് ആയിക്കോട്ടെ, തരിപ്പായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ടെന്നീസ് എൽബോന് വൺ ഓഫ് ദ ബെസ്റ്റ് പോയിൻ്റാണിത്, ഈ പോയിന്റ്. ഓക്കെ, അതായത് ഇത് ഈ LA12 വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലാർജ് ഇൻഡസ്ട്രിയൽ മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ നല്ല പോയിൻ്റാണ്. അതിനും കൂടെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ആ പെയിൻ റിമൂവിങ് പോയിൻ്റാണ്. കൈകളിലും മറ്റും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് നീഡിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ പോയിൻറ്റിൻ്റെ ആ ഒരു നിങ്ങൾക്ക് വന്നിട്ട് എന്താ പറയുക, ഒരു CS കിട്ടും, കറസ്പോണ്ടിങ് ബോൾ കിട്ടും അവിടെ. ആ ബോളിൽ നിങ്ങൾ പ്രസ് ചെയ്ത് പതുക്കെ മസാജ് ചെയ്ത് അഫോർഡബിൾ പെയിനിൽ മസാജ് ചെയ്താൽ തന്നെ നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ തന്നെ ഒരു മസിൽസ് റിലേറ്റഡ് ആയിട്ട്, നമ്മളിപ്പോൾ LA10 പറയുമ്പോൾ പറഞ്ഞു, അത്രയും എഫക്റ്റീവ് അല്ലെങ്കിൽ പോലും അതിനൊപ്പം ഈക്വൽ ആവുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ LA12 എന്നുള്ളത്. കൈകളുടെ തരിപ്പിനും കടച്ചലിനെല്ലാം തന്നെ നല്ലതാണ്. അതേപോലെ തന്നെ കൈമുട്ടകൾക്ക് വളരെ നല്ല പോയിൻ്റാണ് LA12. നീഡിൽ ചെയ്യുമ്പോൾ 0.5 ചൂണ് തൊട്ടിട്ട് നമുക്ക് 1 ചൂണ് വരെയും നീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ വന്നിട്ട് LA11 നിങ്ങൾക്ക് അറിയാം, ക്രീസ് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാൽ 90 ഡിഗ്രി കൈമുട്ട് മടക്കി പിടിക്കാനാണ് LA11 കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത്. 90 ഡിഗ്രി എങ്കിലും കൈ മടക്കി പിടിച്ചിട്ട് ആ റിസ്റ്റ് എവിടെയാണോ ക്രീസ് ഫിനിഷ് ചെയ്യുന്നത് അവിടെയാണ് നല്ലത്. അങ്ങനെ ഒട്ടും കാണുന്നില്ലെങ്കിൽ മാത്രം കുറച്ചുകൂടെ കൈ 90 ഡിഗ്രികൾ കുറച്ച് കൂടുതൽ പൊന്തിക്കാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് കറക്റ്റായിട്ട് 1 ചൂൺ മുകളിലാണ് ഈ പോയിന്റ് വരുന്നത്. ഓക്കെ, 1 സൂൺ എന്ന് പറയുമ്പോൾ അവിടെ ജോയിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ LA2 ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ ബോണിൻ്റെ കർവേച്ചറിൻ്റെ സൈഡിലായിട്ട് വരും ഈ പോയിന്റ്. അടുത്തത് നമുക്ക് LA13 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, കൈകൾക്കും ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വൺ ഓഫ് ദ ബെസ്റ്റ് പോയിൻ്റ് ആണ് ഈ പോയിന്റ് പോലും. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ LA11 നിന്നും 3 ചൂൺ അല്ലെങ്കിൽ LA12 നിന്നും 2 ചൂൺ മുകളിലായിട്ട് വരും, മസിൽ ഏരിയയിലാണ്. ഓക്കെ, അവിടെ നീഡിൽ ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ കഴിയുന്നതും ഈ മസിൽ ഏരിയയിലൊക്കെ വന്നിട്ട് കഴിയുന്നതും മോക്സ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചൂട് തുണിയോ അല്ലെങ്കിൽ ഹോട്ട് ബോക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ
പാക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ, ചൂടാക്കിയിട്ടുള്ള അത് വെക്കുന്നതാണ് കുറച്ചുകൂടി അഡ്വൈസബിൾ. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ L8 നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു അതേമാതിരി തന്നെ എൽബോ ആൻഡ് ആം റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ പിടുത്തങ്ങൾ അല്ലെങ്കിൽ വേദനകൾക്കൊക്കെ തന്നെ നല്ലതാണ്. കൈയൊക്കെ വന്നിട്ട് സിവിയറായിട്ട് വേദനയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ബൾജിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിൽ തൊടുന്ന സമയത്ത് ക്ലയൻറ്റിന് സിവിയർ ആയിട്ടുള്ള പെയിനോ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ആർക്കും ഷോൾഡർ പെയിനൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും കയ്യിന് ലോഡ് ഉണ്ടോ എന്ന് നോക്കാൻ ഈ മറ്റേ മസിലിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ LI10 നല്ലതാണ്. അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഏതോ മസിൽസിൽ വന്നിട്ട് ഒരു ഒത്തിരി മറ്റെന്താ പറയുക ഇൻഫ്ലമേഷൻ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. അതേമാതിരി LI12 LI13 നിങ്ങൾക്ക് പെയിന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൻ്റെ ഏരിയയിൽ ചെറുതായിട്ട് എന്താ പറയുക സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ചീ റിലേറ്റഡ് ആയിട്ടോ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ അവിടെ പെയിന് കിട്ടും. ഓക്കെ, അതേമാതിരി തന്നെ സ്കോർഫ്ല നമുക്ക് പറഞ്ഞല്ലോ, വൈറൽ ഇൻഫെക്ഷൻ ഡ്യൂ ടു മറ്റേ ഈ TB എന്ന് പറയുന്നത് ലങ്സിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ല, അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിൽ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യും. ബോണിൽ എഫക്റ്റ് ചെയ്യും, സ്റ്റൊമക്കിൽ എഫക്റ്റ് ചെയ്യും, പല ഭാഗങ്ങളിൽ പല ഓർഗണിലും എഫക്റ്റ് ചെയ്യും. ഇതേ TB തന്നെ ശരീരത്തിൻ്റെ അപ്പർ ചെസ്റ്റ് ഏരിയയിൽ എഫക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഇഷ്യൂസാണ് ഈ സ്കോർഫ്ല എന്നുള്ളത്. ഓക്കെ സർ, ഈ TB ബോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സിംറ്റം എന്തായിരിക്കും? അത് നമുക്ക് ആക്ച്വലി വന്നിട്ട് ഒരുപാട് ഡെപ്തായിട്ട് നമുക്കിതിനെ നോക്കേണ്ടി വരും. കാരണം ഒട്ടുമിക്ക ഇഷ്യൂസിനും സിംറ്റം ഒക്കെ വന്നിട്ട് സാധാരണ വരുന്നത് പോലെ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക തന്നെ വേണം. ചെക്ക് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ സിവിയർ ആയിട്ട് പെയിൻ വരുന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാലത്ത് അധികം ആളുകളും വെയിലുകൾ കൊള്ളുന്നില്ല, വെയിൽ കൊള്ളുന്ന പരിപാടി തന്നെ ഇല്ല. ഓക്കെ, ഒട്ടുമിക്കവരും വീട്ടിനകത്ത് തന്നെയാണ് അടഞ്ഞൊതുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിയറായിട്ട് എന്താ പറയുക ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ, അത് ഷോൾഡർ പെയിൻ ആവാം, സയാറ്റിക്ക പെയിൻ ആവാം, നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്തിട്ട് പോലും നേരത്തെയൊക്കെ നന്നായി മാറുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1-2 പേർക്കെങ്കിലും ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനത്തെ ക്ലയൻറ്റിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ നീഡിൽ ചെയ്യുന്ന സമയത്തും അവർക്ക് കാര്യമായ മാറ്റം ഉണ്ടാവില്ല. അഥവാ മാറ്റം വന്നാൽ പോലും നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് പോയി അവർ വീടെത്തുമ്പോഴേക്കും ആ പെയിൻ വരും. അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വിറ്റാമിൻ C ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇത് നമുക്ക് വരുമ്പോഴേക്കും തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫ് പാറ്റേൺ തന്നെ എടുത്ത് നോക്കണം. നമ്മളിതൊന്നും അങ്ങനെ കാര്യമായി നോക്കാറില്ല. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അവർ വെയിൽ കൊള്ളാറുണ്ട്, നടക്കാറുണ്ട്, മോഷൻ ശരിക്കും പോകുന്നുണ്ട്, ഈ പറയുന്നതൊക്കെ ശരിക്കും അവർക്ക് നമ്മൾ നീറ്റായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവർ രാവിലെ ബാത്റൂമിൽ പോകുന്നുണ്ട്, കുറച്ച് മോഷൻ പോകുന്നുണ്ട്, പക്ഷേ കംഫർട്ടബിൾ അല്ല. അതല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ രാവിലെ തന്നെ 1-ൽ കൂടുതൽ പ്രാവശ്യം പോകുന്നവർ, ഇവരൊക്കെ ഇത് വന്നിട്ട് അവർ ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എനർജി ഇംബാലൻസ് തന്നെയാണ്. അതേമാതിരി തന്നെ വെയിൽ കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും രാവിലെ 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് പോകുമ്പോഴോ വരുമ്പോഴോ ജസ്റ്റ് കൊണ്ടു, അങ്ങനെയുള്ള ആളാണെങ്കിൽ പറയും. നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതേമാതിരി നമുക്ക് എല്ലാ കാര്യങ്ങളും വന്നിട്ട് എന്താ പറയുക ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റില്ല. അതിൻ്റെ സിവിയറിറ്റി കൂടുതലായിരിക്കും. ആ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടുന്നതും വളരെ കുറവായിരിക്കും. അങ്ങനെ കിട്ടിയാലും അവർ വിത്തിന്നെ 24 hours അത് പിന്നെയും ആ ബുദ്ധിമുട്ട് അവർക്ക് സിംറ്റം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് തന്നെ ട്രീറ്റ് ചെയ്താലും മേജറായിട്ടുള്ള ഡിസീസിനൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ട് റെഫർ ചെയ്തിട്ട് അവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറയണം. അതേ വഴിയുള്ളൂ. അതെല്ലാം വന്നിട്ട് ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. കഴിയുന്നതും അക്യുപഞ്ചറിൽ ഈ പോയിൻ്റൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ പേഷ്യൻ്റായി തോന്നുകയാണെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേരെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലയൻസിനെയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെയും ട്രീറ്റ് ചെയ്യാനേ പറയുള്ളൂ. വരുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, ചില കാര്യങ്ങൾ ഇവരെ നമ്മൾ ഡോക്ടറേറ്റ് പറഞ്ഞേക്കാ വേണ്ട സർ? അതെ, ഞാൻ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ റെഫർ ചെയ്തിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ദൈവസഹായം കൊണ്ട് കോംപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട്.
ചിലത് ഡോക്ടർമാർത്തൊക്കെ പോയിട്ട് മാറാണ്ട് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട്. അപ്പൊ അവർ പിന്നെ ആയിട്ട് അവർ പോവില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് അതായത് ഒരു 3 സിറ്റിങ്ങിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അവർക്കൊരു വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റണം. ഓക്കെ, മൂന്ന് സിറ്റിംഗ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ അന്വേഷിച്ചു, നമ്മൾ അതിന് ട്രീറ്റ് ചെയ്തു, പിന്നെയും നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം വരാൻ ചോദിച്ച്, അങ്ങനെ ഒരു 3 ടൈംസിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം ആ ക്ലയൻറ്റിന് തരാൻ പറ്റിയില്ല എങ്കിൽ, എല്ലാ കേസസിലല്ല, നമുക്കറിയാം സാധാരണ ഒരു സർട്ടൻ കേസസ് ഉണ്ടാവും, അങ്ങനെ കേസസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മാറ്റാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ റിസ്ക് എടുക്കുന്നത് നല്ലതല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത് കേട്ടോ. ഇറ്റ്സ് പ്യുവർലി എൻ്റെ മാത്രമാണിത്, അല്ലാണ്ട് TCMൻ്റെ കൺസെപ്റ്റിലല്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് വന്നിട്ട് ഇപ്പം നമ്മൾ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മൾ മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? ഇല്ല, ഞാൻ എങ്ങനെയാണോ എൻ്റെ അച്ഛനമ്മയൊക്കെ വളർന്നത്, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശന്മാർ വളർന്നതെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത്? അല്ലല്ലോ, മാറ്റുന്നില്ല. പണ്ട് വന്നിട്ട് കോഴിയൊക്കെ വീട്ടിൽ വളർത്തിയതാണ് കൊന്നു തിന്നുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്? നിങ്ങൾ കോഴി വളർത്തുന്നുണ്ടോ? അന്ന് അച്ഛനും അമ്മയും അല്ലെ മുത്തശ്ശിമാരും എവിടേക്ക് പോകാനാണെങ്കിലും നടന്നിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങനെ നടന്നിട്ടാണോ പോണത്? അന്ന് 2 നേരമൊക്കെയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്, വയറ് നിറച്ച്. ബാക്കിയുള്ളത് കഴിക്കാനുള്ള ഒരു ത്രാണി ഒട്ടുമിക്ക ആളുകളിൽ ഉണ്ടായിണ്ടാവില്ല, ഒരു 10-20 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഒരു 30 ഇയേഴ്സിന് മുമ്പ്. നിങ്ങൾ അങ്ങനെയാണോ? അന്ന് വന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു 1/2 കിലോ ഇറച്ചി വാങ്ങിയ 10 പേരോ 12 പേരോ തിന്നുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 2 കോഴി വാങ്ങിയിട്ട് 2 ആളിരുന്ന് കഴിക്കുകയാണ്, ഇല്ലേ? ആണോ അല്ലയോ? അപ്പം നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറിയില്ലേ? അപ്പോൾ നിങ്ങളില്ല ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങൾ മൊബൈലൊന്നും ഉപയോഗിക്കാണ്ടിരിക്കണം പറ്റുമോ? മൊബൈൽ ഉപയോഗിച്ച് സാറിന്റെ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുക? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലേ? മാറി. അതുകൊണ്ട് ആൾക്കാരും മാറുന്നുണ്ട്, ലോകവും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെന്ന് വന്നിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഈവൻ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായി അമ്മ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ഇപ്പം എനിക്കറിയാം, ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൽ സ്വന്തം അമ്മായി അമ്മേനെ വീട്ടിലിരുന്ന് സ്വന്തം അമ്മയെ മാതിരി നോക്കിയിട്ട് അവർ കുറച്ച് ദിവസം സ്ഥലത്തില്ലാണ്ടായതും വീട്ടിലുള്ളവർ പോയി ചെക്ക് ചെയ്ത് അവരെ ഒരു സർജറി ചെയ്ത് അവർക്കിപ്പോൾ പാക്ക് ഇട്ടിട്ട് ഇത്രയും കാലം അവർ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നിട്ട് പോലും കുറ്റം പറയുന്ന ആളുകളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഇരിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ് വരുന്ന ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് മറ്റേ മെൻ്റലി ഗ്രോത്ത് ഇല്ലാത്ത കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഓക്കെ, അവർ 10-20ഓളം കുട്ടികളെ വന്നിട്ട് സ്വന്തം മക്കളെ മാതിരി 3-4 സ്റ്റാഫിനെയൊക്കെ വെച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, പെൺകുട്ടിയാണ്, നിങ്ങൾ കൊണ്ടുവരൂ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ 2 ദിവസം ഒബ്സർവ് ചെയ്തു. ആ കുട്ടിക്ക് വന്നിട്ട് എന്താ പറയുക, നമ്മൾ വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരാൾ എഴുന്നേറ്റ് ഇരിക്കണമെങ്കിലും എല്ലാത്തിനും ഒരാൾ സപ്പോർട്ട് വേണം. ഒറ്റയ്ക്കൊന്നും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ 10-22 പേരുണ്ട്, 4 പേരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ഫീസ് വാങ്ങുന്ന ടീമോ അങ്ങനെയല്ല, അവർ വളരെ എന്താ പറയുക, ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അവർക്ക് പറ്റുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരാളെ ഫുള്ളായിട്ട് നിർത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മോളെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ 10-20 പേരുണ്ട്, ഞങ്ങൾ 4 പേരാണ്, ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങേര് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഇല്ലീഗലി അവിടെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് എൻക്വയറിക്ക് വന്ന് എല്ലാ പേപ്പറും നോക്കിയിട്ട് അവരെ വെറുതെ വിട്ടു. എന്നിട്ട് ആരാ കംപ്ലയിൻറ്റ് ചെയ്തതെന്നുള്ളതും അവർ പറഞ്ഞു കൊടുത്തു. സോ ലോകം ഇന്ന് അങ്ങനെയാണ്. ആ കുട്ടിയെ 2 ദിവസം വെച്ച് നോക്കാൻ പറ്റുമോ എന്ന് നോക്കി അവർ പറ്റില്ല എന്ന് പറഞ്ഞതിന് പോലും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളും അവരവരുടെ താല്പര്യങ്ങളും മാത്രമാണുള്ളത്.
അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാൾ നല്ലവനാകുന്ന സമയത്ത് അയാൾ വിഡ്ഢിയായി മാറില്ലേ? അതെ ശരി, അപ്പം പറഞ്ഞ അപ്പം ശരി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റേ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പം നമ്മൾ പറയാറുണ്ട് നിരീശ്വരവാദികളോട് ആർഗ്യുമെൻറ്റിന് പോകരുത്. അങ്ങനെ ആർഗ്യുമെൻറ്റിന് പോവുകയാണെങ്കിൽ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. വേണ്ടേ? അതെ, വേണോ വേണ്ടയോ? വേണം. കാരണം വെച്ചാൽ ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഞാനൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ വേറൊരു നിരീശ്വരവാദിയാണെങ്കിൽ അയാൾ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേരുടെ എന്താണ്? വിശ്വാസമാണ്. ആണല്ലോ. എനിക്ക് ശരി എന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നു. അയാൾക്ക് അയാൾ പറയുന്നത് ശരി എന്ന് തോന്നുന്നതുകൊണ്ട് അയാൾ വിശ്വസിക്കുന്നു. നമ്മൾ വെറുതെ ആർഗ്യുമെന്റ് ചെയ്തിട്ട് വല്ല കാര്യം ഇല്ല. അപ്പം അതേപോലെ തന്നെയാണ് എല്ലാത്തിനും നമ്മൾ എടുത്തു ചാടിയിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. നിങ്ങളുടെ ഡ്രോബാക്സ് എവിടെയാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പോകണം. കാരണം ഇതിനകത്ത് എവിടെയും വന്നിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെന്നൊന്നും നമ്മൾക്ക് പറയാറില്ല. കാരണം അന്ന് കാലത്ത് എക്സസൈസ് സെപ്പറേറ്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ TCMലൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണ് എക്സസൈസ് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടിയാൽ ഞാൻ പറയാം. അതുകൊണ്ട് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അന്ന് അധ്വാനം ഉണ്ടായിരുന്നു. അന്ന് അധ്വാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ 8 മണിയാകുമ്പോഴേക്കും ആൾക്കാർ ഉറക്കം തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാമെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാലത്തിനനുസരിച്ചിട്ട് മാറിയേ പറ്റത്തുള്ളൂ. ആരും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളുടെ സേഫും കൂടി നിങ്ങൾ അതിൽ നോക്കണം. നീന്താൻ അറിയാത്ത ഒരാൾ പുഴയിൽ വേറെ ആളെ രക്ഷിക്കാൻ ചാടുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അവിടെ നിന്ന് അനുഭവിച്ചോളൂ. രണ്ടുപേരും ചാവും. രണ്ടാളും ചാവും. രണ്ടുപേരും ചാവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊക്കിൽ ഒതുങ്ങാവുന്നത് കയ്യിലെടുക്കാം. ആക്ടിവേറ്റേഴ്സ് ദ മെറിഡിയൻ, സ്റ്റോപ്സ് പെയിൻ, അലിവേറ്റ്സ് കഫ്. ചുമയ്ക്ക് നല്ല പോയിൻ്റാണ് കേട്ടോ ഈ പോയിന്റ്. LA13 എന്നുള്ളത് വളരെ നല്ല പോയിൻ്റാണ്. ചുമ വരുമ്പോൾ അവരോട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് മാറ്റം ഉണ്ടാവും. റിസോൾവ്സ് ഡാംപ്നെസ് ആൻഡ് ഫെലം. കഫത്തിനെ പുറന്തള്ളാനും ഡാംപ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അത് മാറാനും ഇത് നല്ലതാണ്. ഈ നീഡ്ലിങ്ങൊക്കെ 0.05 to 1 ട്യൂൺ ചെയ്യാം. എന്നാലും അവിടെ ഒബ്സർവ് ചെയ്തിട്ട് വെയിനോ ആർട്ടറിയോ കാണുന്നുണ്ടെങ്കിൽ നോക്കി നീഡിൽ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ. LA13 ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ. എത്ര ചൂണാണ് പറഞ്ഞത്? LA11 നിന്നും 3 ചൂൺ മുകളിലാണ്. അത് ബോണിൻ്റെ അടുത്തല്ല, മസിലിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഓക്കെ. സാർ മോക്സ് കുഴിച്ചാലും പറ്റൂല എന്ന് പറയാൻ കാരണം മസിൽ ഉള്ളത് കൊണ്ടാണ്. മസിലുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കയ്യിൽ 1-2 മസിലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നത് ശരിക്കും അഡ്വൈസബിൾ അല്ല. അതേമാതിരി തന്നെ കാലിലൊക്കെ വന്നിട്ട് ചെയ്യുന്നതിന് വലുതായിട്ടൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ലെഗ് ചാനൽ വരുമ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ചില പോയിന്റ്സ് കാലിലും ചില പോയിന്റ്സ് മോക്സ് അവോയ്ഡ് ചെയ്യാൻ ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഓക്കെ. അത് വരുമ്പോൾ ഞാൻ പറയാം. പക്ഷെ നിങ്ങൾക്ക് ചുടുവെള്ളമോ അല്ലെങ്കിൽ ഇതൊക്കെ വെക്കാം. മോക്സ ഡയറക്റ്റ് ആയിട്ട് മാത്രം അപ്ലൈ ചെയ്യണ്ട. അത് ഞാൻ ഓരോ പോയിന്റ് വരുമ്പോഴും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതേ പോയിന്റുകളിൽ ചില ആളുകൾ നീഡിൽ മോക്സ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയതായിട്ടും എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്ന പല സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഇങ്ങനെ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങളെയോ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലകത്ത് എന്താണോ പറഞ്ഞത്, നിങ്ങൾ പ്രാക്ടീസ് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കിയത് അത് ചെയ്യാം. ഓക്കെ. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന പുസ്തകങ്ങളിൽ ഏതൊക്കെ പോയിന്റിനാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ. ഇന്ന് ഞാൻ ഇത്തിരി ക്ലാസ് നേരത്തെ സ്റ്റോപ്പ് തെറ്റിദ്ധരിക്കണ്ട. LA14 എന്നുള്ളത് അടുത്ത പോയിൻ്റാണ്. അതായത് നമ്മുടെ LA11 നിന്നും 7 ചൂൺ മുകളിലാണ്. 7 ചൂൺ അപ്രോക്സിമേറ്റ്ലി മുകളിലാണ് ഏതുള്ളത്? LA14 എന്നുള്ളത്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ LA14 എന്നുള്ളത് നിങ്ങൾ നീഡിൽ ചെയ്യുമ്പോൾ അതൊരു ജംഗ്ഷനാണ്. ഓക്കെ.
അതിനകത്ത് ഏതൊക്കെ പോയിന്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രിയൻ്റെ മെറീഡിയൻ പോകുന്ന വഴിയാണ്, സ്മാൾ ഇൻഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന വഴിയാണ്, UB മെറീഡിയൻ ഇൻറ്റേർണലി ക്രോസ് ചെയ്യുന്ന മെറീഡിയനാണ്. അതേമാതിരി തന്നെ യാങ്വി വെസൽ അല്ലെങ്കിൽ ലിങ്കിങ് വെസൽ എന്ന് പറയും. അതായത് ഈ ലിങ്കിങ് വെസൽ, യാങ്വി വെസൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കുമ്പോൾ കുറേ വരും. ഇതെല്ലാം തന്നെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഓർഗൻ ബേസ്ഡ് 12 മെറീഡിയൻ അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി മെറീഡിയൻ അല്ലെങ്കിൽ വെസൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ 8 ഉണ്ട്. ആ 8 2 സ്വന്തമായിട്ടുള്ള മെറീഡിയനും പാത്വേയും പോയിന്റ്സും ഉണ്ട്. അതാണ് ഈ റൺ ആൻഡ് ഡ്യൂ എന്ന് പറയുന്ന മെറീഡിയൻ. അതല്ലാതെ തന്നെ നമ്മളുടെ ഈ ബോഡി മെറീഡിയൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് ഉണ്ട്. ആ പോയിന്റ്സ് വന്നിട്ട് പലതും വന്നിട്ട് മറ്റുള്ള മെറീഡിയൻ്റെ പോയിന്റ് തന്നെയാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് എക്സ്ട്രാ ഓർഡിനറി വെസൽസ് നമുക്ക് ഈ മെറീഡിയൻസ് കഴിഞ്ഞ ശേഷം എപ്പോഴെങ്കിലും നമുക്കൊന്ന് ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവാം. ഓക്കെ, എക്സ്ട്രാ പോയിന്റ്സും കഴിഞ്ഞ ശേഷം പാറ്റേണിന് മുമ്പായിട്ട്. ഇത് എന്തിനൊക്കെ നല്ല പോയിന്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ഇഷ്യൂസിനും നമുക്ക് LI40 എന്നുള്ള പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഫോട്ടോഫാബിയ, അതായത് പെട്ടെന്നുള്ള പ്രകാശത്തിനോടുള്ള ഭയം, അത് ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ റോഡിലൂടെ രാത്രി ട്രാവൽ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, പെട്ടെന്നുണ്ടാവുന്ന ഹൈ ലൈറ്റിനോടുണ്ടാവുന്ന ഭയമാണ്. ചിലവർക്ക് ലൈറ്റ് ഒരുപാടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ മറ്റേ നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയും, ജാതി എന്ന് പറയും. എക്സാമ്പിൾ നമ്മൾ ഈ എന്താ പറയുക, ക്രോക്രോച്ച് എന്ന് പറയില്ലേ, പാറ്റ. രാത്രി ആയാലും മാത്രം നമ്മുടെ ബാത്റൂമിലും അടുക്കളയിലും വരുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, ക്രോക്രോച്ച് എന്ന് പറയില്ലേ. ലൈറ്റ് ഓൺ ആക്കിയാൽ പറക്കും. അതിൻ്റെ സ്വഭാവമാണത്. അത് ലൈറ്റുള്ള ഭാഗത്ത് നിൽക്കില്ല, ഇരുട്ടുള്ള ഭാഗത്തേക്കേ നിൽക്കുള്ളൂ. അതേമാതിരി നമ്മൾ സൊസൈറ്റിയിലും പല ആളുകളുണ്ട്, മറ്റേ സന്ധ്യ മഴങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രകാശമുള്ള സമയത്ത് പോകും. നമ്മളൊക്കെ ഒട്ടുമിക്ക നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് ഈ അസുഖമുള്ളവരാണ്. അവർ സൂര്യനൊക്കെ ഉദിച്ച് അസ്തമിക്കാറാകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. കളിക്കാൻ പോകുന്നത് തന്നെ സൂര്യൻ അസ്തമിച്ചിട്ടാണ്. അതിനുശേഷം അവരുടെ മുഴുവനായിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടാവുക. അത് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നതാണ്. അതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകാശത്തിനോട് ഭയം, പ്രത്യേകിച്ച് നല്ല പ്രകാശത്തോടുണ്ടാകുന്ന ഭയം, അത് പല ആളുകളും മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂസ് ആയിട്ടാണ് കണക്കാക്കുക. ഇവിടെ നമുക്ക് ആ LI40 എന്നുള്ളത് നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കുട്ടികളിൽ ചില സമയത്ത് പനിയുള്ള സമയത്ത്, സിവിയറായിട്ട് പനിയുള്ള സമയത്ത് പ്രകാശത്തിനോട് അവർക്ക് ഭയങ്കര എന്താ പറയുക, വെപ്രാളം ഉണ്ടാവും. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ് മസാജ് ചെയ്ത് കൊടുക്കുകയും നീഡിൽ ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി തന്നെ ആ പെയിൻ എന്ന് പറയുന്നത് ബേണിംഗ് പെയിൻ ഉണ്ടെങ്കിൽ അതിനും നമുക്ക് നല്ലതാണ്. ഹെവിനെസ്സോ അല്ലെങ്കിൽ കൈകൾക്കുണ്ടാവുന്ന ഹെവിനെസ് അല്ലെങ്കിൽ കണ്ണിനുണ്ടാവുന്ന ഹെവിനെസ്, ചിലവർക്ക് കണ്ണിനൊരു ഭാരം തോന്നും. വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടാവില്ല, കണ്ണിന് ഭാരം കൂടുതൽ തോന്നും എഴുന്നേൽക്കുന്ന സമയത്ത്, പ്രോപ്പറായിട്ട് ഉറക്കം ശരിയാവാതെ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ 1-2 സിനിമ കാണുന്ന ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, കോയമ്പത്തൂരിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ സൺഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ ദിവസം തന്നെ 3 സിനിമ കാണുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ണിന് ഓവർലോഡ് കൊടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഹെവിനെസ് ഫീൽ ചെയ്യും. അതേമാതിരി തന്നെ കണ്ണിന് ചുവപ്പ്, സ്വെല്ലിങ് ആൻഡ് പെയിൻ, അതായത് വീക്കമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് പെയിനോ ഉണ്ടെങ്കിൽ, അതേമാതിരി തന്നെ ബ്ലർനെസ്, വിഷനുണ്ടാവുന്ന കാഴ്ചക്കുറവ്, കാഴ്ച ബുദ്ധിമുട്ട്, അതേമാതിരി തന്നെ കളർ ഐഡൻറ്റിഫിക്കേഷൻ. ചിലവർക്ക് കളർ ഉണ്ടാവും, റെഡ് കളർ ആണെങ്കിലും അവർ ചിലപ്പോൾ അതിനെ നീലാന്നോ അല്ലെങ്കിൽ പിങ്ക് എന്നോ അല്ലെങ്കിൽ ബ്ലൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഗ്രീൻ എന്നോ ഒക്കെ പറയും. അവരുടെ കാഴ്ചയ്ക്ക് വന്നിട്ട് കളർ കോൺട്രാസ്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പല എക്സാമിനും പോകുന്ന സമയത്ത് കുറേ ഡോട്ട്സ് പല കളറിലിട്ടിട്ട് അതിലെ നമ്പറിങ് ഒക്കെ വായിക്കാൻ പറയും. ഈ കളർ ഐഡൻറ്റിഫിക്കേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അതിനൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി സ്കോർഫ്ല പൊതുവെ ലാർജ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രാവശ്യം വരും. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ലാർജ് ഇൻഡസ്ട്രിയൻ. കാരണം ആ ലാർജ് ഇൻഡസ്ട്രിയനിലുള്ള ബബിൾ ഫ്ലോറ വൈറസസിൻ്റെ എത്ര കോളനി ഉണ്ടോ അതാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്റ്റേണൽ പാത്തജനായിട്ട് കണക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ ലങ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇൻറ്റേർണൽ ഓർഗനാണ് നമ്മളുടെ.
അതേമാതിരി തന്നെ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസിന് ഒക്കെ ഈ പോയിന്റ് നല്ലതാണ്. ഈ പോയിന്റ് അതേമാതിരി തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാനും പെയിനിനെ സ്റ്റോപ്പ് ചെയ്യാനും കണ്ണുകൾക്ക് ഗുണമുള്ള പോയിൻ്റാണ്. അതേമാതിരി തന്നെ ഫെലം നോഡ്യൂൾസ് എവിടെയെങ്കിലൊക്കെ കഫത്തിൻ്റെ നോഡ്യൂൾസ് ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറാൻ ഈ പോയിന്റ് നമുക്ക് ഉപയോഗിക്കാം. 0.8 ചൂൺ തൊട്ടിട്ട് 1.5 ചൂൺ വരെ ഈ പോയിന്റ് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഉണ്ടാകുന്ന മസിൽസ് ഉണ്ടല്ലോ, ആ മസിൽസ് ശരിക്കും ഒരു U അല്ലെങ്കിൽ V ഷേപ്പിലാണ് ഉണ്ടാവുക. അതിൻ്റെ തൊട്ടുള്ള പോയിൻ്റാണ്. നിങ്ങൾക്ക് നമ്മുടെ UB58 ഒക്കെ എടുക്കുന്നത് പോലെ കാലിലെ ഈ LI40 എന്നുള്ളത് ആ മസിൽ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്താണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു V ഷേപ്പിൽ കാണും, അതിൻ്റെ പോയിൻ്റാണ്. ഓക്കെ, നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ചുറ്റും 4-5 സ്ഥലത്ത് പ്രസ് ചെയ്യുക. ദ മോർ പെയിൻഫുൾ ഏരിയ ആയിരിക്കും ഈ LI40 എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആരെങ്കിലും 1-2 കേസസാണ് മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ. 7 പേരല്ലേ ഉള്ളൂ, 6 പേര്. അപ്പോൾ ഈ 6 പേരിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും LI14 പെയിൻ ഉണ്ടാവും, LI13 പെയിൻ ഉണ്ടാവും. പെയിൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ചെറിയ പെയിൻ ഉണ്ട്. ഉണ്ടോ? ഉണ്ടാവാതിരിക്കില്ല, കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ഓക്കെ, റെഗുലറായിട്ട് എക്സസൈസും മറ്റും ചെയ്യുന്ന ആരെങ്കിലുണ്ടായി? ഇപ്പം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ റെഗുലറായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നവരുണ്ടോ? ഞാൻ അവർക്ക് ആ പെയിൻ കുറവായിരിക്കും. ചെറിയ പെയിനായില്ല. ഹലോ, ആരോ? ഞാൻ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആളാണോ? എക്സസൈസും ചെയ്യും, പിന്നെ ബാക്കിയുള്ളവരാരും എക്സസൈസും ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരാ, ജോയിൻസ് എല്ലാം നമുക്ക്. അപ്പോൾ പെയിൻ അതിനനുസരിച്ചിട്ടുണ്ടോ? ചെറിയ പെയിന്. ഓക്കെ, അടുത്ത് നമ്മൾ LI15 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, LI15 എന്നുള്ളത് ലൊക്കേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. ഈ പോയിൻറ്റ്സ് വളരെ നല്ലതാണ്. LI15 ട്രിപ്പിൾ വാർമർ 14 വളരെ വളരെ നല്ല പോയിൻ്റാണ്. ഓക്കെ, ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇഷ്യൂസിന് വളരെയേറെ എഫക്റ്റീവായിട്ടാണ്. നിങ്ങൾക്ക് പോയിൻ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ്, എൻ്റെ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്. കയ്യിനെ നിങ്ങളിവിടെ ഈ ഭാഗത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഏറ്റവും ടോപ്പിൽ 2 പോയിൻ്റ് കാണാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഫസ്റ്റത്തെ കുഴിയാണ് ലാർജ് ഇൻറ്റേഷ്യൻ 15. അതിൻ്റെ ബാക്കിൽ വരുന്ന കുഴിയാണ് ട്രിപ്പിൾ വാർമറിൻ്റെ. ഓക്കെ, ട്രിപ്പിൾ വാർമർ 14. ഓക്കെ, ക്രോസിംഗ് പോയിൻ്റാണ്. എന്തൊക്കെ ക്രോസിംഗ് ഉണ്ട്? ലാർജ് ഇൻറ്റേഷ്യനും ഉണ്ട്, അതേമാതിരി തന്നെ യാങ്കിയോ വെസൽസ്, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി വെസൽസിലെ യാങ്കിയോ വെസൽസും കൂടി ക്രോസിംഗ് പോയിൻ്റാണ്. കയ്യിൻ്റെ അതായത് പക്ഷാഘാതം വന്നിട്ടോ അതല്ലെങ്കിൽ ഫ്രോഷൻ ഷോൾഡർ ആയിക്കോട്ടെ, കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക കയ്യിന് ഉണ്ടാവുന്ന എല്ലാ മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ, അത് പെയിൻ ആയാലും ശരി, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ആയാലും ശരി, എല്ലാത്തിനും ഈ പോയിൻ്റ് വളരെ നല്ലതാണ്. നീഡിലിട്ടിട്ട് അവരോട് പതുക്കെ മൂവ് ചെയ്യാൻ പറയുക. അങ്ങനെ നിങ്ങൾ പിന്നെ ഒരു സിസ്റ്റം ഉണ്ട്, അതായത് നമ്മൾ അക്യുപഞ്ചറിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാൾക്ക് ഒരു പെയിൻ ഉണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇതേ പോയിൻറ്റ്സിനെ ഇട്ടിട്ട് ഇഷ്യൂസ് ഉള്ള കൈയിനെ മൂവ് ചെയ്യാൻ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓപ്പോസിറ്റ് കയ്യിൽ നീഡിലിട്ടിട്ട് പിന്നെ ഇഷ്യൂസ് ഉള്ള കൈയിനെ മൂവ് ചെയ്യാൻ പറയാം. അവർക്ക് ഇഷ്യൂസ് ഉള്ള രീതി മൂവ് ചെയ്യാൻ പറയുന്നത് പല കേസസിലും പെയിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിലും വന്നിട്ട് വളരെയേറെ റിസൾട്ട് കിട്ടുന്നതാണ്. കാലിലെ ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. നീഡിലിങ് ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലെഫ്റ്റ് ലെഗിലാണ് ഒരു പെയിൻ വരുന്നതെങ്കിൽ ആ ലെഫ്റ്റ് ലെഗിലെ പോയിന്റിന് പകരം റൈറ്റ് ലെഗിൽ പോയിന്റ് ഇട്ട ശേഷം ആ വേദനയുള്ള ഭാഗത്തിനെ മൂവ് ചെയ്യാൻ പറയാം. അതേമാതിരി ഷോൾഡറിലാണ്, ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറാണ് പെയിൻ എങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാത്രം പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡിനെ ഒന്ന് മൂവ് ചെയ്യാൻ പറയുമ്പോൾ നിറയെ മാറ്റങ്ങൾ ക്ലയൻസിനോട് കാണാറുണ്ട്. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് തൊട്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ള പോയിന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് അസുഖത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ LI15 എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കിയാൽ പാരാലിസിസിന്, അതായത് അപ്പർ എക്സ്ട്രിമിറ്റീസ്, കൈ റിലേറ്റഡ് ആയിട്ട് പാരാലിസിസ് കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, കൈകളിലെ വേദനകൾ,
മൂവ്മെൻറ്റ്, മോട്ടോർ ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും റുബെല്ല വൈറസിൻ്റെ ഇഷ്യൂസിന് സ്കാർഫ്ലേക്കൊക്കെ തന്നെ ഈ പോയിൻ്റ് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ LI15 ഒപ്പം ട്രിപ്പിൾ വാർമർ 14 കൂടെ ഉപയോഗിക്കുക. ഓക്കെ, ഷോൾഡറിനെ ബെനിഫിറ്റ് ചെയ്യാൻ നല്ലതാണ്. എക്സ്പെൽസ് വിൻഡ്, ഡാമ്പൻഡ് വിൻഡ് അലിവേറ്റ്സ് പെയിൻ. അതായത് കാറ്റിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായിട്ടുള്ള വേദനകൾ അല്ലെങ്കിൽ ഡാംപ്നെസ്. ഇപ്പോൾ നിങ്ങൾക്ക് തണുത്ത കാറ്റ് കൊണ്ടുപോയിട്ട് വരികയാണ്, ഭാരം ഫീൽ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്നതിനൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ പോയിൻറ്റ്സ് വളരെ നല്ലതാണ്. മെറീഡിയനിൽ ചീനെ സർക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഈ ഒരു പോയിൻറ്റും കൂടിയാണ് ഇത്. പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിൻറ്റ്സ് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ ചരിച്ചിട്ടും ഇടാം. 0.8 തൊട്ടിട്ട് 1.5 ചൂൺ വരെ നിങ്ങൾക്ക് നീഡിൽ ചെയ്യാൻ പറ്റാവുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ഒന്ന് അമർത്തി നോക്കുക. ക്ലയൻറ്റ് വരുമ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് LI16 എന്നുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, LI16 എന്നുള്ള പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ബാക്ക് സൈഡിൽ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക, ഈ ജോയിൻറ്റിൻ്റെ അടുത്താണ്. അതായത് ഇങ്ങനെ ഞാൻ കൈ വയ്ക്കും, വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഈ ഷോൾഡറിൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടെൻഡൻ കാണും. ഓക്കെ, ആ ടെൻഡൻ്റെ അപ്പേർഡിൽ വരുന്ന പോയിൻ്റാണ്. ഓക്കെ, നിങ്ങളിവിടെ വെച്ചിട്ട് കയ്യിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചതും കിട്ടുന്ന പോയിൻ്റാണ്. ഓക്കെ, ഒരുപാട് മാറിയാൽ കുറേയേറെ പോയിന്റ് വരുന്ന ഒരു സ്ഥലമാണിത്, സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച ഉടനെ കിട്ടുന്ന പോയിൻ്റാണ്. ഞാൻ കൈ ഇങ്ങനെ വെച്ച് തൊട്ടു, LI16. Okay, in the upper portion of the shoulder, in the depression between the acromial extremity of the clavicle and the scapular spine. എന്താണ് ക്രോസിംഗ് പോയിന്റ് ആണ്. ഏതൊക്കെയാണ്? LI മെറീഡിയനും യാങ്ചിയോ വെസൽസ് ഇവിടെയും ക്രോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ LI15 ക്രോസ് ചെയ്ത് അതേമാതിരി LI16 ഈ പോയിന്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡറും അതേമാതിരി തന്നെ ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന വേദനകൾ. ഓക്കെ, ഇപ്പോൾ വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ അപ്പർ എക്സ്ട്രിമിറ്റീസിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതായത് കൈകളുടെ എല്ലാവിധ മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നമ്മളിപ്പോൾ LI15 പറഞ്ഞ പോലെ തന്നെ LI16 ഉപയോഗിക്കാം. കാരണം അത് ഏകദേശം ഒരേ പാത്ത് തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ ഒരു ജോയിൻറ്റിൻ്റെ സർക്കിളിൽ തന്നെ ഒന്ന് അപ്പറിലും ഒന്ന് സൈഡിലാണെന്നേ ഉള്ളൂ. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അറിയാം. അതേ ഒരു ജോയിൻ്റ് ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള പോയിന്റ് തന്നെയാണ്. ആ ഷോൾഡർ മൂവ്മെൻറ്റിന് ചുറ്റുമുള്ള പോയിന്റ് തന്നെ. LI15 ആയിക്കോട്ടെ, മറ്റേ ട്രിപ്പിൾ വാർമർ 14 ആയിക്കോട്ടെ, LI16 ആയിക്കോട്ടെ, എല്ലാം ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, മെറിഡിയൻ ആക്ടിവേറ്റ് ചെയ്യാനും പെയിൻ മാറാനും ചീ മൂവ്മെൻറ്റിനും എല്ലാത്തിനും ഈ പോയിൻ്റ് നല്ലതാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ചീ മൂവ്മെൻ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഷോൾഡറിന് പറ്റിയ നല്ല പോയിൻറ്റ്സ് ആണ് ഇത്. ഓക്കെ, നമ്മൾ പലപ്പോഴും വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ഷോൾഡർ റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല പെയിന് കാണാം. ഓക്കെ, നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാതെ മൂവ് ചെയ്യാൻ എത്ര മൂവ് ചെയ്തോ അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് നേരം പ്രസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഷോൾഡറിലൊക്കെ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്കിന്ന് 8:45. ഞാൻ വേറെ ചെറിയൊരു ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നതും വൈകിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ക്ലാസ് കുറച്ച് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.